സ്തോത്രം. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ അബ്രഹാമും ലോത്തും ഒരുമിച്ചിറങ്ങിയവരാണ്. നമുക്കതറിയാം. ഒത്തിരി സമ്പത്തുകളായി. പക്ഷെ അവർ തമ്മിൽ വേർപിരിയേണ്ടി വന്നു. ലോത്ത് പച്ചപ്പ് കണ്ടുപോയി. അബ്രഹാം ദൈവത്തെ നോക്കി നടന്നു. ഇന്ന് നമ്മളിൽ പല പാസ്റ്റേഴ്സും പലവർക്കും ദൈവം തന്ന കാഴ്ചപ്പാടിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ച് പോകുന്നുണ്ട്. സ്ഥലം വാങ്ങിക്കണം, ചർച്ച് കെട്ടണം, 1000 പേര് വരണം, 3000 പേര് വരണം, നല്ലതാണ്, തെറ്റെന്നുള്ള കാര്യമൊന്നുമില്ല. പക്ഷെ ദൈവം നിന്നെ വിളിച്ച ആ കാഴ്ചപ്പാടിൽ നിന്ന് നീ മാറിപ്പോകരുത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം നിന്നെ വിളിച്ചു ഇല്ലേ? ഒന്നുമില്ലായ്മയിൽ നിന്നാണ് നിന്നെ വിളിച്ചെന്ന കാര്യം മറക്കരുത്. സ്തോത്രം. ഒരു തരി സ്വത്ത് പോലും ഇല്ലാത്ത സ്ഥലത്തു നിന്നാണ് ദൈവം നിന്നെ വിളിച്ചത്. ഇപ്പോൾ നീ ഇതെന്ത് പറയുന്നേ? അബ്രഹാം ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല. എന്നാൽ ഈ ലോത്ത് നോക്ക്, അങ്ങനെ മാറിപ്പോൾ കളഞ്ഞു. ഇന്ന് പലവരും നമ്മുടെ കൂടെ നിൽക്കുന്ന പല വ്യക്തികൾ, പല കൂട്ടുകാർ, പാസ്റ്റേഴ്സ്, നമ്മളിരുന്ന് പ്രാർത്ഥിച്ചിട്ടൊരു കാര്യം പറയുമ്പോൾ അവർ പറയും, അങ്ങനെ നടക്കുമോ? അവിടെ BJP-ക്കാരും പിന്നെ ക്ഷേത്രവും അതും ഇതുമൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ പോയി അത് വേണോ? നമുക്കതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ? എത്ര വലിയ കൂട്ടുകാരൻ ഇങ്ങനെ സംസാരിച്ചാലും പുള്ളി സംസാരിച്ചിട്ട് പോട്ടെ, നോ പ്രോബ്ലം. ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടോ നീ ആ ദേശത്ത് പോകണം? ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 8 നിങ്ങൾ വായിച്ച് നോക്കണം. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിനകത്ത് കാല് വയ്ക്കുന്നതിന് മുമ്പ് അവിടെ ആഭിചാരം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഫിലിപ്പോസ് അവിടെ പോയി ചോദിച്ചില്ല, ആഭിചാരം എവിടെ ഉണ്ട്, ആരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കാൻ? ഇല്ല, ഫിലിപ്പോസ് ഒറ്റയ്ക്ക്. പക്ഷെ ഫിലിപ്പോസിനോടുകൂടി പരിശുദ്ധാത്മാവുണ്ട്. ഇന്ന് നമുക്ക് 10 പേരുണ്ടെങ്കിലേ നമുക്കൊരു ധൈര്യമുള്ളൂ ഒരു ദേശത്തിറങ്ങി പ്രസംഗിക്കാൻ. നിന്നെ ദൈവം വിളിച്ചത് ഒറ്റയ്ക്കാണ്, എന്നെ വിളിച്ചതും ഒറ്റയ്ക്കാണ്. പക്ഷെ ദൈവം നിൻ്റെ കൂടെ ഉണ്ടോ? നീ ഏത് ദേശത്ത് നിന്നാലും, ഏത് ആഭിചാരത്തിൻ്റെ ഇടയിൽ നിന്നാലും ദൈവം നിന്നെ രക്ഷപ്പെടുത്തും. ഹല്ലേലൂയ. കാഴ്ചപ്പാട് മങ്ങിയോ പിന്നെ തോറ്റ്. സ്തോത്രം. അതുകൊണ്ടാണ് ഗോലിയാത്തിൻ്റെ പൊക്കം, അവൻ്റെ കയ്യിലിരിക്കുന്ന കുന്തം, അവൻ്റെ ശരീരത്തിൻ്റെ ആ എല്ലാം പറഞ്ഞ് ഇസ്രായേൽ ജനം തമ്മി സംസാരിച്ച് പേടിച്ച് ഭയം നിൽക്കുമ്പോൾ അഭിഷേകമുള്ള ദാവീദ് എന്ന് പറയണം, ഇവനെ കൊന്ന എന്ത് കിട്ടും? ഇവൻ സൈന്യങ്ങളുടെ യഹോവയായ ദൈവത്തെ എന്താ? ചിലവർ നമ്മളെ വാക്കുകൊണ്ട് നമ്മളെ കൊന്നുകളയും, ചിലവർ നമ്മളെ വാക്കുകൊണ്ട് ഭയപ്പെടുത്തി കളയും. എന്നാൽ അഭിഷേകമുള്ളവൻ എപ്പോഴും പറയും, നീ എണീച്ച് പ്രകാശിക്കാൻ പറയും. കാരണം ഏറ്റവും വലിയ മിസ്രൈമിൻ്റെ കയ്യിൽ നിന്നും ഫറവോൻ്റെ കയ്യിൽ നിന്നാണ് ഈ ഇസ്രായേൽ ജനത്തെ തമ്പുരാൻ കൊണ്ടുവന്നത്. അത്രയ്ക്ക് പവറുള്ള കർത്താവിൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ എങ്ങനെ വേർപിരിക്കാൻ പറ്റും? ഈസിയായിട്ട് പറ്റും. കാരണം ഇസ്രായേൽ ജനത്തിന് ഒരു സ്വഭാവമുണ്ട്. എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് വന്നാൽ അവർ ഫസ്റ്റ് പറയുന്നൊരു പദം, ഞങ്ങൾ മിസ്രൈമിലേക്ക് പോകണം, ഞങ്ങൾക്ക് ഈ ദൈവത്തെ വേണ്ട. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവർ തന്നെ നിലവിളിച്ച് ഇവരെ സൗഖ്യമാക്കി അവിടെ നിന്ന് കൊണ്ടുവന്ന ദൈവത്തിൻ്റെ അടുക്ക വീണ്ടും ഇവർ പറയണം. നിങ്ങൾ ചിന്തിച്ച് നോക്കപ്പാ, നിങ്ങൾ ചിന്തിക്കേ. ദൈവം നമ്മളെ വിളിച്ചത് എന്തിന്? കർത്താവ് ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ. ഇപ്പോൾ കനാൻ ദേശം ഉറ്റുനോക്കാനായിട്ട് 10 പേരെ അയക്കുകയാണ്. അവരവിടെ ചെന്ന് നോക്കിയത് അനാക്യ മല്ലന്മാരെ കണ്ടിട്ട്. അനാക്യ മല്ലന്മാരും ടീമും ഈ പട്ടണത്തെ കണ്ട് പേടിച്ചിരിക്കണം. അവന്മാരെ പേടിച്ച് നിൽക്കണം. കാരണം ഈ പട്ടണത്തിൻ്റെ മേൽ ദൈവ സാന്നിധ്യമാണ്. അവന്മാർക്ക് മനസ്സിലായി, സാന്നിധ്യം അനുഭവിക്കുന്ന ഇവന്മാർക്ക് മനസ്സിലാവുന്നില്ല. ഇതുപോലെയാണ് നമ്മൾ. ഒരു ദേശത്തൊരു സഭയുണ്ടെങ്കിൽ അവിടെ ചുറ്റും അമ്പലമുണ്ട്, അവിടെ ചുറ്റും ആഭിചാരമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കെന്ത്? ആഭിചാരം ഉണ്ടെങ്കിൽ നിങ്ങൾക്കെന്ത്? നീ കർത്താവിന് വേണ്ടി നല്ല വിശുദ്ധിയോടെ നിൽക്കുമെങ്കിൽ ഉണ്ടല്ലോ, സാത്താൻ നിൻ്റെ കാൽ കീഴില്ല. അതല്ല, നീ വക്രതയോടെ നിൽക്കണമെങ്കിൽ
നീ അവിടെ നിന്ന് ഓടേണ്ടി വരും. നീ മനുഷ്യൻ്റെ വാക്ക് കേട്ടാണ് നിൽക്കണമെങ്കിൽ നീ എപ്പോൾ ഓടിയെന്ന് മാത്രം കേട്ടാൽ മതി. ഞാൻ അതുകൊണ്ടാണ് പല പ്രാവശ്യം പറയുന്നത്, നമുക്കടെ പ്രസംഗങ്ങളൊന്നും ജനത്തിന് വലിയ താല്പര്യം വരില്ല. അവർ കാണും, കണ്ടിട്ടങ്ങ് കളയും. കാരണം അവരുടെ ഉള്ളിനകത്ത് ഇതിൽ ഇൻട്രസ്റ്റ് ആകുന്നില്ല. ഇപ്പോൾ യേശു പറയും പോലെ, നിങ്ങൾ ലോകത്തിൽ നിൽക്കുന്നത് കൊണ്ട് ലോകക്കാർ നിങ്ങളെ നല്ലവണ്ണം സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെ തിന്മയെക്കുറിച്ച് പറയുന്നത് കൊണ്ട് ലോകം എന്നെ വെറുക്കുന്നു. സ്തോത്രം. കർത്താവ് നമ്മുടെ ലോകത്തിൽ നിന്ന് എടുത്തു. ഇന്നും നിങ്ങൾ പല ആൾക്കാരെ നോക്കിയാണ്, ലക്ഷങ്ങളുള്ള പാസ്റ്റർമാരുണ്ട്, ലക്ഷങ്ങളുള്ള. അത് തെറ്റെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ നിൻ്റെ കൂടെ നടക്കുന്ന പാസ്റ്ററിലെ 1/2 കിലോ അരി വയ്ക്കാൻ പോലും പാകത്തിന് പറ്റാണ്ട് നിൽക്കുന്നവനെ കൊണ്ട് അടിമ പണി ചെയ്യിപ്പിക്കരുത്. കാറ് കഴുകൽ, ബൂട്ട് തുടപ്പ്. എൻ്റെ കർത്താവ് നിന്നെ ബൂട്ട് തുടച്ചല്ല വിളിച്ചത്. എൻ്റെ കർത്താവ് നിന്നെ കാറ് കഴുകിയല്ല വിളിച്ചത്. വാ വാ പത്രോസേ, ഒരു കീറിയ വലയും ഒരു വള്ളവും, ഇനി വാ. കണ്ട, മനസ്സിലാക്കി ഞാനിത് എന്തിനാണ് പറയണേ. നിങ്ങൾ സ്വയം ചിന്തിക്ക്. കേൾക്കുന്ന പാസ്റ്റേഴ്സിന് ഒട്ടും ഇഷ്ടപ്പെടില്ല. സീരിയസ് ആയിട്ട് ഒട്ടും ഇഷ്ടപ്പെടില്ല. അവരുടെ വിചാരം എന്താ പറയുമോ, ഒരു കാറ് വാങ്ങി ഫ്ലക്സിൽ 10-15 ഫോട്ടോ വന്ന്, പിന്നെ 10 പേർക്ക് ഊണ് കൊടുത്ത്, പിന്നെ ഗൾഫിലൊരു വിസ വന്ന്. ഇതൊന്നും അല്ല. യഥാർത്ഥത്തെ പാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മാനസാന്തരത്തിൻ്റെ വാക്ക് ഉപയോഗിക്കും, മാനസാന്തരത്തിൻ്റെ പ്രസംഗം ഉപയോഗിക്കും. സ്വർഗരാജ്യത്തിൻ്റെ ആമേൻ സ്തോത്രം താക്കോൽ കണ്ട, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ സ്തോത്രം ഈ ഭൂമിയിലെ സാത്താൻ്റെ അണ്ടർകൗണ്ട് തുറക്കത്തക്കവണ്ണം പ്രസംഗിക്കും. ഇപ്പോഴാ പ്രവാചകന്മാരെ പിടിക്കാൻ കിട്ടുന്നില്ല, വെളിപ്പാടുള്ളവരെ പിടിക്കാൻ കിട്ടുന്നില്ല, അടുത്ത് ചെല്ലാൻ പറ്റുന്നില്ല, ഷോക്കടിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ പാസ്റ്റർമാരുടെ അടുത്ത് ചെല്ലാൻ അനുവദിക്കുന്നില്ല, ഷോക്കടിച്ച് ചത്തുപോകും. എന്നാൽ യേശു അങ്ങനെയല്ല. യേശു ജനത്തിൻ്റെ കൂടെ ഇറങ്ങി നടന്നത് കൊണ്ടാണ് സക്കായിയെ നേടാൻ പറ്റി. എന്തിനധികം പറഞ്ഞു, എന്നെയും നേടാൻ പറ്റി. സ്തോത്രം. ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല. പാസ്റ്റർമാർക്ക് നല്ല പക്വത വേണം. അതുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റി വയ്ക്കണം. എന്നിട്ട് പറയണം, പരിശുദ്ധാത്മാവേ നിൻ്റെ അഭിഷേകത്താൽ എന്നെ നടത്തണം, നിൻ്റെ പക്വതയിൽ എന്നെ നടത്തണം. എത്ര പേരെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയുമോ? ഈ 20 വർഷം കൊണ്ട് എത്ര പാസ്റ്റർമാരെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയുമോ? മുഖത്തോട് മുഖം നോക്കി സ്തോത്രം പറയാതെ കുറ്റം മാത്രം പറഞ്ഞ് കുനിഞ്ഞു പോകുന്ന പാസ്റ്റേഴ്സിനെ എനിക്കറിയാം. ഞാൻ അപ്പോഴാലും കർത്താവ് ഇവരെങ്ങനെ ഉപയോഗിക്കുന്ന ദൈവം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കുക. നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് അവൻ്റെ വേലയ്ക്കാണ്. ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ട്സുകളുണ്ട്, ഇപ്പോൾ വിദേശത്തൊക്കെയാണ്, ഒക്കെ നല്ലതാണ്. കാഴ്ചപ്പാട് മങ്ങരുത്. ഏലി പുരോഹിതനായി പോവും. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് പുതിയ ജനറേഷനെ, പുതിയ തലമുറയെ, പുതിയ പ്രവാചകന്മാരെ, പുതിയ പ്രാർത്ഥിക്കുന്നവരെ സൃഷ്ടിക്കാൻ. എങ്ങനെ? ദൈവവചനം പറഞ്ഞ. ഹല്ലേലൂയ. അവരെ AC കാറിൽ കയറ്റി വലിയ ഹോട്ടലിൽ കൊണ്ട് ഫുഡ് വാങ്ങിച്ചു കൊടുത്ത് നല്ലതാണ്. അവരും അതുപോലെ ആഗ്രഹിക്കും. അല്ല, നീ മാനസാന്തരത്തിൻ്റെ വചനം അവർക്ക് കൊടുത്തിട്ട് പറ, ദൈവത്തിന് വേണ്ടി നീ നിന്നാൽ ദൈവം നിനക്ക് വേണ്ടി നിൽക്കും. അതുകൊണ്ടല്ലേ ഡാനിയേൽ പറഞ്ഞേ, രാജകീയ ഫുഡ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ദൈവം അവനെ എവിടെ നിർത്തിയെന്ന് നോക്കുക. നമ്മളിപ്പോഴേ രാജകീയ ഫുഡിനെ ആഗ്രഹിക്കരുത്. ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടോ, അവൻ നിന്നെ വഴി നടത്തും. അവനിൽ പ്രത്യാശ വയ്ക്കുക, അവനിൽ വിശ്വസിക്കുക. ദിനംതോറും നീ ദൈവവചനം വായിച്ച് ചെറുപ്പക്കാരന്മാരെ നേട്, ചെറുപ്പക്കാരികളെ നേട്. നിൻ്റെ സഭയിലെ യൂത്തുകളെ സ്തോത്രം നീ ദൈവവചനം കൊടുത്ത് ആഴങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകും. അവരിപ്പോൾ മൊബൈലിലാണ്, 24 hours അവരിപ്പോൾ യൂട്യൂബിലാണ്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേലുണ്ടെങ്കിൽ കണ്ട, തിരുവചനം പറയുന്ന അവർ സ്ഥലം ഉറ്റു നോക്കാൻ പോയി, അനാക്കമല്ലന്മാരെ കണ്ട് ഇവർ തിരിച്ചോടി. യോശുവയും കാലേബും മാത്രം. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ആ സ്ഥലം നമ്മൾ പിടിച്ചടക്കും. ഇതിൽ കൂടി കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്ന, പരിശുദ്ധാത്മാവ് നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ നിൽക്കുന്ന എത്ര വലിയ ആഭിചാരം സ്ഥലമായിരുന്നാലും സ്വർഗം നിൻ്റെ കാൽ കീഴിലാക്കിയിരിക്കും. വിശ്വസിക്ക്, വചനങ്ങളാൽ ഉറക്കട്ടെ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.